എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ആവോലി കറി വളരെ രുചികരമായിട്ടും വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന റെസിപ്പിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഗ്യാസ് അടുപ്പിലേക്ക് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം. മൺചട്ടി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഇട്ട് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഒരു പിടി ചുവന്നുള്ളി, ചെറിയ ഉള്ളി ഒരു പിടി എടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം ഒരു 3 പച്ചമുളകും കൂടെ രണ്ടായിട്ട് കീറിയിട്ട് കൊടുക്കാം. ഇതൊന്ന് പകുതി വാടി വരുന്ന സമയത്ത് നമുക്ക് ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും പച്ചമുളകും ഏകദേശം പകുതി മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കരിവേപ്പില ഇട്ടതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 കുടംപുളി എടുത്തൊന്ന് കഴുകി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് തയ്യാറാക്കാനായിട്ട് 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇവ 3ഉം കൂടെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് നല്ല രീതിയിലൊന്ന് അരച്ചെടുത്താൽ മതി. അരപ്പിട്ട് കൊടുത്ത് നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തിള വരുന്ന സമയത്ത് നമുക്ക് കണ്ടിച്ച് വെച്ചിരിക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം. ഇടത്തരം വലിപ്പത്തിലുള്ള 5 ആവോലിയാണ് എടുത്തിരിക്കുന്നത്. ഇത് തൊലിയൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. മീനിട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലൊന്ന് തട്ടിക്കൊടുക്കാം. ഇനി ഒരു അടപ്പ് ഉപയോഗിച്ച് ഒന്ന് അടച്ചു കൊടുക്കാം, നല്ല രീതിയിലൊന്ന് തിളച്ച് വരാനായിട്ട്. ഈ മീൻ വലുതായിട്ട് വേവില്ല, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരമുറി തേങ്ങയുടെ പാലും കൂടെ ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് അരമുറി തേങ്ങയൊന്ന് തിരികിയതിന് ശേഷം ഒന്ന് അരിച്ചെടുക്കാം. അതിന് ശേഷം ആ പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ല രീതിയിൽ ഒന്ന് തിളച്ച് ഒന്ന് പറ്റി കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇത് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ വളരെ രുചികരമായ ആവോലി മീൻകറി ഇവിടെ തയ്യാറായി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴേയും ബൈ. താങ്ക് യു.